ആംഗികം ഭുവനം സർവം യസ്യ വാശികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി തം നമഃസാത്വികം ശിവം ശിവം ശിവം. എന്തോട് കളിക്കാൻ വരുന്നോ? വരാം. അതെനിക്ക് തരൂല. എനിക്ക് നമുക്ക് കളിക്കാം. വേണ്ട, ഞാൻ അവളുടെ കൂടെ പോയി കളിച്ചോ. ഒന്ന് വേഗം ഇരിക്കവേ, എന്താ സമാന്തം? വയസ്സ് ഓർമ്മിച്ച് സംസാരിക്കണേ. കാർത്തിയാനിയമ്മ എന്ന് വന്നേ, ഒരു വിശേഷം ഉണ്ടായിരുന്നു. നാരായണ. തിരിച്ചു തന്നേക്കാം. വേണ്ട, ഒരു സ്നേഹം വന്നിരിക്കുന്നു. തങ്ക കൊടല്ലേ? നീ പ്രായത്തിൽ ഇങ്ങനെ ഉടക്കുന്നത് ആരെങ്കിലും കണ്ട നാണക്കേട്. പോറ്റി, താൻ രക്ഷപ്പെടാൻ നോക്കണ്ട. എടോ സുബ്രഹ്മണ്യം പോറ്റി, പാന്റ് ഇട്ടോന്ന് വിചാരിച്ച തന്റെ കാര്യത്തിലൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മര്യാദക്ക് ഈ പാൻസ് ഇട്. വേഗം ഇടണോ, ബസ് വരാൻ സമയമായി. ഇന്ന് തന്റെ കഥകളി ഞങ്ങൾക്കൊന്ന് കാണണം. ആരെ മനസ്സൂര്? നമ്മുടെ ജയസിംഗില്ലേ അവന്റെ. എന്നിട്ട് അവനോടെ? അതാ അവനോട് ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പൊ കുട്ടപ്പനായി. എല്ലാരും ചേർന്ന് ഒരു ശുദ്ധ ബ്രാഹ്മണനെ കളിയാക്കുകയാണല്ലേ.
എലിനെ വിളിച്ചു നോക്ക്. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം. നമ്മുടെ കോളേജിലേക്ക് വരുന്ന ഓരോ പെൺകുട്ടിയെയും സുരക്ഷിതമായി ക്ലാസ് റൂമിൽ എത്തിക്കുക എന്നത് ഞാനില്ല. നകുലം പോ. അങ്ങനെ പറയാതെ പറ്റൂല. ഞങ്ങൾ ദിവസവും ചെയ്യുന്നതല്ലേ. ഒരു ദിവസം നീ കൂടിയാലെന്താ? സോറി. ആ, നിനക്ക് നന്നാകണോ എന്ന് ആഗ്രഹമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, സാറങ്ങ് പോയാ മതി. ശരി. ആഹാ, ലതിക. ലൈല, വിലാസിനി, ബാലാമണി, അമ്പിളി, ഭാഗ്യരാമണി. അയ്യോ അയ്യോ അയ്യോ, എന്താ ഇന്ന് മൂന്ന്? എന്റെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ വയ്യുന്നു. ആ, ചെന്ന് പിടിച്ചെടുക്ക്. വാസറല്ലേ, നമുക്ക് കോളേജ് മാനേജ്മെന്റിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം. ഈ ബസിന്റെ വാതിലൊക്കെ ഒന്ന് വിളിച്ചു വരുത്താൻ. എല്ലാത്തിനെയും പിടിച്ച് കാഴ്ചബംഗ്ലാവ് കൊണ്ടുവച്ചാൽ നല്ല കാശ് കിട്ടും. പെണ്ണേ, നിൻ പ്രേമത്തിനാദ്യത്തെ ക്ലാസ്സിൽ നീ എന്നെയും ചേർക്കേണമേ, അതിലൊന്നാമനാക്കേണമേ. പെണ്ണേ, നിൻ കല്യാണമാകും പരീക്ഷയിൽ എന്നെയും കൂട്ടേണമേ, അതിൽ ഒന്നാമനാക്കേണമേ. പ്രേമകാരി ഇലമണി, മാളക്കാരി പലമണി, പ്രേമകാരി ഇലമണി, മാളക്കാരി പലമണി. നിങ്ങൾ ഒഴുകും വഴി നീലേ ഞങ്ങൾ നിരന്തോ വരവേൽക്കാം. നിങ്ങൾ ഒഴുകും വഴി നീലേ ഞങ്ങൾ നിരന്തോ വരവേൽക്കാം. പത്മേ, നീ എൻ പ്രാണനല്ലേ, പുഷ്പേ, നീ എൻ ഭാഗമല്ലേ, പ്രേമേ എന്നിൽ പ്രേമമില്ലേ, സരളേ എന്നിൽ സ്നേഹമില്ലേ. ഞാനൊന്ന് കണ്ടോട്ടെ നാവിന്റെ നീളം, മിഴികളിൽ വല വല വലയേന്തുന്ന ഹേമേ. പെണ്ണേ, നിൻ പ്രേമത്തിനാദ്യത്തെ ക്ലാസ്സിൽ നീ എന്നെയും ചേർക്കേണമേ, അതിൽ ഒന്നാമനാക്കേണമേ. ചുണ്ടിൽ കുരവ പൂവോടെ ഞങ്ങൾ നിരന്നു എതിരേൽക്കാം. ചുണ്ടിൽ കുരവ പൂവോടെ ഞങ്ങൾ നിരന്നു എതിരേൽക്കാം. താൻ ആണിക്കറിഞ്ഞതോ ആടോ അവിടെ നിൽക്ക്. അടുത്തതായി പോറ്റിയുടെ കഥകളി ആരംഭിച്ചോ. ബാലേ ചാരുഹാസിനി ശ്രീലേ മന്ദഗാമിനി ധന്യേ വാനവ കന്യേ കല്യേ കനിയുഗ നിരുപമ സുന്ദരി സുന്ദരി പാർവതാനന്ദിനി. സ്വപ്നെ നീ എൻ സ്വപ്നമല്ലേ, ലൗലി നീ എൻ ലൗബേടല്ലേ, മായെ ഞാൻ നിൻ മാരനാണേ, ലൈലേ ഞാൻ നിൻ
മജ്നുവാടേ. ഞാനെന്നും നിൽക്കുന്നു നിൻ പാദവക്കിൽ, സിരകളിൽ നിറം തൂകുന്ന നിത്യേ. പെണ്ണേ നിൻ പ്രേമത്തിനാദ്യത്തെ ക്ലാസ്സിൽ നീ എന്നെയും ചേർക്കേണമേ, അതിലൊന്നാമനാക്കേണമേ. പെണ്ണേ നിൻ കല്യാണമാകും പരീക്ഷയിൽ എന്നെയും കൂട്ടേണമേ, അതിൽ ഒന്നാമനാക്കേണമേ. ലാ 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 ലാ. അയ്യോ, അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി തീർന്നു. നമ്മുടെ കോളേജിലെ പെൺകുട്ടികൾ ഒരു തരത്തിൽ ഭാഗ്യമുള്ളവരാണ്. കാരണം അവർ എത്ര സുരക്ഷിതരായ ക്ലാസ്സിലെത്തുന്നു. അതിനുവേണ്ടി സേതുവും നകലിനുമൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കഴുതകൾക്ക് ബുദ്ധി ഉണ്ടായാൽ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. Social institutions like court system and joint family system have great influence. എങ്ങോട്ടാ സാറുമാര്? കഴുതയ്ക്ക് പുല്ല് തന്നെ നേരമായി. ബേബിനെ ആ കുഞ്ഞുമോൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെ എന്തെല്ലാം നടക്കുന്നു. ഞാൻ മാത്രം ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചാ മതി, ഉടനെ അത് കുറ്റമായി. അത് നിന്നോടുള്ള അസൂയ വേണ്ട. എന്നോട് എന്തിനാ അസൂയ? നിന്റെ സൗന്ദര്യം കണ്ടാൽ ആർക്കത് തോന്നാത്തത്? എടോ, താൻ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. എന്റെ ശരീരം കുറച്ച് തടിച്ചു പോയി. അതിന് ഞാൻ എന്ത് ചെയ്യും? നാളെ നിന്റെ ഗതിയും ഇതുപോലെ ആവില്ലെന്ന് ആര് കണ്ടു? എന്താ സാറിലെ വഴക്കടിക്കുന്നത്? എനിക്ക് സ്നേഹം കൂടെ എങ്ങനെയാ? പിന്നെ കുഞ്ഞുമോളെ, നിന്റെ ഉണ്ട കണ്ണിട്ട് നോക്കി ആ പാവത്തിനെ വലക്കല്ലേ. ഞാൻ അനിലിനോടൊരു പുസ്തകം വാങ്ങിക്കായിരുന്നു. തുടക്കമൊക്കെ അങ്ങനെ തന്നെയാ. നീ വെറുതെ കെട്ടുകഥ ഉണ്ടാക്കല്ലേ. ആ സേതു അങ്ങാനും കേട്ടാ ഇനി അത് മതി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഈ കോളേജിലുള്ളവര് ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ അനിലാ. എടോ സ്വാമി, നീ ഇങ്ങനെ ബൂർഷാവരുത്. അത് ഈ നാടിന് യോജിച്ചതല്ല. വെറുതെ ശല്യപ്പെടുത്താനാവില്ല, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഞങ്ങൾക്കും പഠിക്കാനുണ്ട്. ഞങ്ങളാരും പഠിക്കാത്തവരാണെന്ന് നീ ധരിക്കണ്ട. ഒരു തരത്തിൽ നോക്കിയാ ഞാൻ പഠിച്ച പോലൊന്നും നിങ്ങളാരും പഠിച്ചു കാണില്ല. ഇല്ലേ സേതു? പിന്നല്ലാതെ. അളിയൻ പറ. SSLCക്ക് 6 വർഷം, PDCക്ക് 4 വർഷം. അപ്പൊ അത് തന്നെ 9-10 വർഷമായി. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിയേ. അത് വെച്ച് നോക്കുമ്പോ നിന്റെയൊക്കെ ഒരു പഠിത്തമാണോടാ മൈ ഡിയർ അനിലേ. എനിക്ക് നിങ്ങളോട് ചേർന്ന് തമാശ കളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടിൽ നിന്നുള്ള വാർണിംഗ് എന്താണെന്നറിയോ? എന്ന് കോളേജിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വരുന്നോ അന്ന് പഠിത്തം നിർത്തിക്കുമെന്ന്. 2 കൊല്ലം നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടും നീ ശരിയാകുന്നില്ലല്ലോ. വാടാ സേതു, നമുക്ക് ക്ലാസ്സിൽ പോവാ. അയ്യോ, ഇവനോട് സംസാരിച്ചിരിക്കുന്ന നേരം കൊണ്ട് വല്ലതും പഠിക്കാം. പാവന ഗുരു പവന പുരദേശമാശയേ. പോറ്റി എന്താ തിരിഞ്ഞ് നടന്നു കളഞ്ഞത്? അല്ല, ഒന്ന് പോണമായിരുന്നു. പൊയ്ക്കോളൂ, ഞങ്ങൾ ആരെയും പിടിച്ച് തിന്നൊന്നുമില്ല. ഞാനൊരു വ്രതത്തിലാണ്. സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് പൊയ്ക്കൂടാ. ഇങ്ങനെയുണ്ടോ സന്യാസികൾ? ചിലപ്പോഴേ പൂച്ച സന്യാസിയായിരിക്കും. കുഞ്ഞുമോൾ എന്താ അനിലിനോട് സംസാരിച്ചത്? ആ, എനിക്കെങ്ങനെ അറിയാം? പിന്നെ കുഞ്ഞുമോളെ നീ കളിയാക്കുന്ന കേട്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നിട്ട് ഞാൻ പറയും. നിനക്കിപ്പോ എന്താ ഇതൊക്കെ അറിയേണ്ട ആവശ്യം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതോ രോഗമല്ല തുടങ്ങിയോ? ഏയ്, എനിക്കോ? അങ്ങനെയൊന്നുമില്ല. നീ അനിലിനെ കുറിച്ച് വല്ലാണ്ട് പുകഴ്ത്തുന്ന കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അനില് നല്ല കുട്ടിയാ. അപ്പോ മറ്റുള്ളവരൊക്കെ ചീത്തയാ? എന്നല്ല, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. വെരി കാം.
തീർച്ചയാണോ? അതെ. അല്ല, നീ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നത്? അയ്യോ, പെണ്ണിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മുഖക്കുരു പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടെന്താ? അതറിഞ്ഞൂടല്ലേ? പ്രേമത്തിന്റെ തുടക്കത്തിൽ മുഖത്ത് മുഖക്കുരു ഉണ്ടാവും. നാളെ അനിലിന്റെ മുഖത്ത് നോക്ക്, ഉണ്ടെങ്കിൽ ഓക്കേ. ഒന്ന് നിന്നേ. അങ്ങനെ ദേഷ്യം പിടിച്ചാലോ? പറയട്ടെ, ചോദിക്കട്ടെ. നിങ്ങളെ സ്നേഹിച്ചത് എന്റെ തെറ്റായി പോയി. അയ്യോ, അങ്ങനെ തീർത്തു പറയാതെ സരളേ. പിന്നെ ഇന്നലെ ഞാൻ തിയേറ്ററിൽ എത്ര നേരം കാത്തു നിന്നോ? അതൊരബദ്ധം പറ്റിയതാ. ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷേ വരാൻ പറ്റിയില്ല. ഞാൻ തനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തന്മാര് തുറിച്ചു നോക്കുന്നത് കണ്ടു. അത് പേടിച്ചിട്ടാ. എന്തെന്ന്? അല്ല, നീ പേടിച്ചു നിന്നുകൊണ്ട്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്റെ രൂപം കണ്ട് അവര് പേടിച്ചു കാണും എന്നല്ലേ? നിങ്ങൾ എന്നെ മറന്നേക്കൂ. എന്നെല്ലാം സൗന്ദര്യമുള്ള പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞ കട്ട് ചെയ്യല്ലേ സരളെ. സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ കള്ളം പറയാണ്. ഞാൻ ഹനുമാനായിരുന്നെങ്കിൽ എന്റെ ഹൃദയം തുറന്നു കാണിക്കാമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോണം. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? അല്ലേന്ന്. നീ എന്റെ പ്രേമ കുടീരത്തിന്റെ ഹിമാലയമാണ് സരളെ. അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളത്? നിന്റെ ഈ ശാരീരിക സൗന്ദര്യം മാത്രം പോരെ എന്റെ സരളെ. ഏവരും തലയില്ലേ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. ഇപ്പോഴെങ്കിലും ഓർമ്മിച്ചല്ലോ. മാലിന്യക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. വരൂ. ചെയ്യാം, വാ. അനിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ അച്ഛനും അമ്മയും പിന്നെ ഒരു അനുജനും. ആൺമക്കൾ 2. നോ സിസ്റ്റേഴ്സ്? അതിനുള്ള ഭാഗ്യമില്ല. സഹോദരിമാരുണ്ടാവുന്നത് അത്ര വലിയ ഭാഗ്യാണോ? ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വിലയറിയാൻ പറ്റൂ. എനിക്കറിയാം. എനിക്ക് സഹോദരന്മാരില്ല. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് അനിലിനെ ബോറടിപ്പിക്കുന്നു അല്ലേ? സാരമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ ഇനിയും ഒത്തിരി സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിയുന്നില്ല. എന്തു പറയണമെന്ന് വിചാരിച്ചോ അത് പറഞ്ഞില്ല. ഇത് വായിച്ചിട്ട് എനിക്കൊരു മറുപടി തരൂ. കുഞ്ഞുമോൾ എന്തായി കാണിച്ചത്? മറ്റു കുട്ടികൾക്ക് നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കത്തിലെഴുതി തരുന്നു. അനിലിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിരസിക്കാം. കുട്ടി ലെറ്റർ നീട്ടുന്നത് ആരും കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിരസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴിത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കത് മോശമാണ്. ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് അതുണ്ടാകരുത്. മറുപടി തരുമോ? ഇല്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും. വിരഹവേദന ജ്വാല പൊങ്ങും. എന്താ ഒരു പ്രണയകലഹം നടന്ന ലക്ഷണമുണ്ടല്ലോ. താൻ മനുഷ്യന്റെ മൂടറിഞ്ഞ് സംസാരിക്കണം. ചൂടാകലിയാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. എന്ത് കാര്യമായാലും പറഞ്ഞാ പോരെ, അതിന് എഴുതി കൊടുക്കണോ? അത് ഓരോരുത്തരുടെ അവകാശമാ. അങ്ങനെയാണെങ്കിൽ അനിൽ എന്തിനത് വാങ്ങി? അത് പാവം വിചാരിച്ചിട്ടായിരിക്കും. അതാവില്ല. ശരി, ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കാം. സംഭവം എന്താണെന്ന് അറിയണമല്ലോ. അല്ല, നിനക്കെന്താ കുഞ്ഞുമോളോട് വെറുപ്പ്? പിന്നെ ആ കുട്ടി എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും ആവശ്യമില്ലാതെ അനിലിനോട് സംസാരിക്കുന്നത്? മാലിനി, മാക്ബത്ത് ആണോ കയ്യിൽ? അതെ. ഒന്ന് തരാമോ? താങ്ക്സ്. എടാ അല്ലേ, എന്നെ മ്യൂസിക് ടീച്ചർ വിളിക്കുന്നു. ബാബാ വരട്ടെ. അവിടെ കയറി പഞ്ചാര അടിച്ചോണ്ട് നിന്നാ മതി. രാഗം മായാമാള
താളവ ഗൗള ആദി താളം സ രി ഗ മ പ ധ നീ సరి గమ గ మగ పమ పమ గరి గమ పమ పదని దబ మా పదని దరి దని దరి గ దరి గ మమ రి గ దరి గరి మా రి దని దద ని దరి దని దబ దబ పని ని దద దద ని రి రి దద గ గరి మా రి దరి గ దరి ని రి దద సారి గ దరి గ మరి పమ గరి గ దరి దని దని సా ని దరి గ చల్లమేలరాం సాకేత రామ చల్లమేలరా సా ഒരു സിനിമയ്ക്ക് വരൂ. പോറ്റി എന്താ ചോദിച്ചത്? ഒരു സിനിമയ്ക്ക് വരുമെന്ന്. താൻ ആള് മോശമല്ലല്ലോ. വല്ലാതെ പാവം പോലെ ഇരുന്നിട്ട് പാലും തൈരും കുടിച്ചിട്ടുണ്ടാക്കിയ തടിയാ. വെറുതെ ചീത്തയാക്കണ്ട. എടാ പാവം ക്രൂരാ, നീ നിന്റെ ആഗ്രഹം സാധിച്ചല്ലേ? ഇങ്ങനെയാണ് ഒരു സന്യാസിമാരുടെ കഥ പുറത്തു വരുന്നത്. തന്നെ ഒരു പണി എന്നാ പോറ്റി? സരളെ, നീ ഇതിലിടപെടരുത്. ഇത് പ്രശ്നം വേറെ. എന്നാലും ഞാനൊന്ന് അറിയണമല്ലോ. അറിയാനൊന്നുമില്ല. ആ ലതികയെ പോറ്റി സിനിമയ്ക്ക് വിളിച്ചു. അതിനെന്താ? ലതിക തന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. ആഹാ, ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഞങ്ങളുടെ പെങ്ങന്മാരാ. നകുല, കൂടുതൽ വാചം അടിക്കല്ലേ. തന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും. പോറ്റി വിഷമിക്കണ്ട, തന്റെ കൂടെ സിനിമയ്ക്ക് വരെ ഞാനുണ്ട്. വാ. പോയല്ലോ കൂട്ടാ. പോറ്റി, ഐ ലവ് യു. താൻ എന്തിനാ ചുറ്റും നോക്കുന്നത്? ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. തന്നെ സ്നേഹിക്കുന്നെന്നാ പറഞ്ഞത്. എന്നാലും അത് വേണോ? സരളയ്ക്കിപ്പോ എന്താ പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ? വെറുതെ ഒന്ന് സംസാരിക്കാൻ. അങ്ങനെ വെറും വെറുതെ അല്ല, എന്തോ ഉണ്ട്. ഏയ് ഒന്നുമില്ല. അനിലിനെന്താ? നിന്നോട് ഇഷ്ടമാണോ? അറിയില്ല, എനിക്കറിയില്ല. നിനക്കോ? അന്ന് ഒരു ലെറ്റർ കൊടുക്കുന്ന കണ്ടല്ലോ. പറയാൻ കഴിയാത്ത ചിലത് എഴുതി കൊടുത്തു. മറുപടി പറഞ്ഞില്ല. അനിലിന് മാലിന്യോട് ഇഷ്ടമാണ്. അവൾക്കും അങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടി അനിലിനെ കൂടുതൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഒന്നും പറയണ്ട. ഞാൻ വന്നത് മറുപടിക്കല്ല, അത് വേണ്ടെന്ന് പറയാനാ. അനിലിന്റെ മനസ്സിലെ വിഷമം എനിക്കറിയാം. പെങ്ങന്മാരില്ലാത്തതിൽ ദുഃഖിക്കുന്ന ആളല്ലേ. എന്നെ അങ്ങനെ കണക്കായിക്കൊള്ളൂ. എന്തായാലും എന്നോടൊന്ന് സംസാരിച്ചാൽ എന്താ? അത് നീ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കയറി അങ്ങോട്ട് ചെന്ന് മിണ്ടണോ? വേണമെങ്കിൽ മതി. അനിലിന്റെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട്. ആഹാ, അപ്പൊ കൈമാറ്റങ്ങളൊക്കെ നടത്തിയിട്ട് ആളെ ഒരുമാതിരി വടിയാക്കുകയാണല്ലേ? അയ്യോ, അത് തന്നല്ല, ലൈബ്രറി വെച്ച് മറന്നതാ. ഇത് കൊണ്ടു കൊടുക്കണ്ടേ? കൊടുത്തോ? നീയും വരണം. എന്തിനാ? നിങ്ങളുടെ പ്രേമനാടകം കാണാനോ? വേണ്ട, അത് കണ്ടാലേ എനിക്ക് മൂഡ് ഔട്ട് ആവും. ഒന്നും ആവില്ല. ഞാൻ പറയുന്നത് എന്റെ പൊന്നു മോള് കേക്ക്. ഈ ബുക്ക് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് എന്തോ പറയാനുള്ളത് പോലെ നാണിച്ചു നിൽക്കണം. അപ്പൊ ചോദിക്കും എന്താ നിൽക്കുന്നെന്ന്. പിന്നെ അങ്ങ് അടിച്ചു വിട്ടേക്കണം. എന്തോന്ന്?
എന്റെ ജീവന്റെ ജീവനായ അനിലേ, നീ ഇല്ലാത്ത ജീവിതം. അയ്യോ അങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ വൃത്തിയിടാ. അവസാനം ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. എന്നാ ഒന്നും വേണ്ട, വെറും നോട്ടങ്ങൾ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മാത്രം എന്നെ വിളിച്ചാ മതി. പിന്നെ മുഖത്ത് മുഖക്കുരു ഉണ്ടോന്ന് കൂടി നോക്കിക്കോ. ആ പൊയ്ക്കോ. ആ താങ്ക്സ്. പാടൂ. കുറേശ്ശെ. പഠിക്കുന്നുണ്ടോ? വീട്ടിനടുത്തൊരു ഭാഗവതരുണ്ട്, അവിടെ. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. പാടുന്നവരെയോ? വലിയ ആലോചനയാണല്ലോ. കുട്ടി ഒരു സ്വപ്ന ജീവിയാ. എന്നെ കുട്ടിയെന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. എന്താ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പേടി? ഞാനിത് നേരത്തെ അറിഞ്ഞു. എങ്ങനെ? അതെങ്ങനെയാട്ടെ. ആ, നകുലം പറഞ്ഞു കാണും. ആരും പറയാതെ തന്നെ മനസ്സിലാക്കിക്കൂടെ? ആളെ കണ്ടാലറിയാം. ഒരനശ്വര പ്രേമത്തിന്റെ തുടക്കമാണത്. ഇത് പൊളിക്കണം. അല്ലെങ്കിൽ നിനക്കുറക്കം വരില്ലല്ലോ. നീ ഇടപെടേണ്ട, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സരളയാണ് ഇതിന്റെ ഹംസം. ആദ്യം അവളെ ഒന്ന് വരട്ടാം. അത് വേണ്ട, എനിക്ക് വയ്യ അവളുടെ തല്ലു വാങ്ങിക്കാൻ. നമുക്ക് ആ പോറ്റി ഒന്ന് വരട്ടാം. വാ. എന്നെ അങ്ങനെ വരട്ടാന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ പഴയ പോറ്റിയല്ല, പറഞ്ഞേക്കാം. ആ സരളയുടെ ബലത്തിലല്ലേ നീ തുള്ളുന്നത്? അവളോട് പറഞ്ഞേക്ക് ഇവിടെ വേറെ ആമ്പിള്ളാരുണ്ടെന്ന്. വരടാ, പ്രേമിക്കാൻ നമുക്കും അറിയാവുന്നത് തെളിയിക്കണം. ഇത്തവണ ഞാൻ സേതുവിനെ മര്യാദ പഠിപ്പിക്കും. നീ വെറുതെ തല്ലിനൊന്നും പോണ്ട. പിന്നെ താൻ പോവോ? അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരൊന്നും വാലു പൊക്കില്ലായിരുന്നു. സേതു ഇത്രയും ചൂടാകാൻ എന്താ കാരണം? അസൂയ. നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഞാനാത്രേ. അത് ശരിയാണല്ലോ. പോറ്റി, വെറുതെ കൊത്തല്ലേ. ആ അത് കള, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അനിൽ ഒരു പാട്ട് പാടണം. അയ്യോ, ഞാൻ ആ ഈ വയ്യാകിയാന്നൊന്നും പറയണ്ട. ഇത് നിങ്ങളുടെ പ്രേമഭാജനത്തിന്റെ ആവശ്യമാണ്. ആ കുട്ടി എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങോട്ട് വിളിക്കൂ. അവള് വന്നാലേ പാടാൻ മൂട് വരില്ലായിരിക്കും. ക്ലാസിക്കൽ അറിയാവുന്ന പോറ്റിയിരിക്കുമ്പോ ഞാൻ ഈ മൂളിപ്പാട്ട് പാടുന്നത് ശരിയാണ്? അത് സാരമില്ല, എന്തെങ്കിലും തെറ്റ് വന്നാലും ഞാൻ കേട്ടില്ലെന്ന് നടിക്കാം. എന്നാലും അത് ശരിയല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം പോറ്റി ഒന്ന് പാട്. അയ്യോ അത് വേണ്ട. അപ്പൊ സരള പോറ്റിയുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കാ ഭേദം. എന്തായാലും ആദ്യം പോറ്റി തുടങ്ങും. റെഡി? 1 2 3 4. ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കണമെങ്കിൽ അല്പം ജ്ഞാനവും ഒക്കെ വേണം. അതില്ലാത്തതിന്റെ കുറവാ. അതെ അതെ, ഇതാണ് ശാസ്ത്രീയ സംഗീതം. എല്ലാം പാടേണ്ട മട്ടിപ്പാടിയ കേൾക്കാൻ നന്നായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. അനിൽ പാടാൻ പറ്റുമോ? ശ്രുതി പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ. അതായിരുന്നു എനിക്കും കുഴപ്പം. ഉവ്വ ഞാനും കേട്ടതാ. പോറ്റി കലക്കി കുളമാക്കി കളഞ്ഞു. ഓ എന്റെ പോറ്റി.
എന്നാ പിടിച്ചോ ശ്രുതി. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. മനസ്സ് ശരീരവും തണുത്തു. അനിൽ യേശുദാസിനെ പോലെ ഒരു വലിയ പാട്ടുകാരനാവും. താങ്ക് യു. എന്തായി കാണിക്കുന്നത്? ഞാനൊരാണ് തന്നെ. എന്നെ കൊണ്ടൊന്ന് പ്രേമിച്ചാൽ എന്താ? സേതുവിന്റെ കയ്യിൽ മാലിന്യ പിടിച്ചെന്നോ? മാലിന്യയുടെ കയ്യിൽ സേതു പിടിച്ചെന്നാ? ഓ മൈ ഗോഡ്, മൈ പുവർ മെമ്മറി പവർ. അതെ. താങ്ക് യു. സാർ, തേർഡ് ഇയർ BSc പഠിക്കുന്ന രവിയോട് വരാൻ പറയൂ. തേർഡ് ഇയർ BA ക്ലാസ്സിലെ സേതുവാണ് സാർ. വെരി ഗുഡ്. യെസ് കറക്റ്റ്, യു ആർ കറക്റ്റ്. വരാൻ പറയൂ. ശരി സാർ. ഒരു മാസത്തേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. Get out! അന്ന് രഹസ്യമായിട്ടല്ലേ പിടിച്ചത്, ഇന്ന് പരസ്യമായിട്ട് ഒറ്റ നടക്കരുത്. എല്ലാത്തിനും ഞാൻ കാച്ചിക്കളെ. അടുത്തേക്ക് വരരുത്. പരസ്യമായിട്ട് ഇവിടെ നിന്ന് ചുംബിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. അനിൽ വരരുത്. ഞാൻ കൈവിട്. ജീവിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ നീ പോയിക്കോ. സേതു, കളിക്കരുത്. അത്ര സഹിക്കുന്നില്ലെങ്കിൽ നീ കണ്ണുവത്ത്. അതിനുള്ളിൽ ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചോളാം. കൃഷ്ണ, അയ്യപ്പ, അയ്യോ എന്നെ കൊന്നേ, ആരോ എന്നെ കൊന്നേ. അയ്യോ ദ്രോഹിയതാ. അയ്യോ
നാളെ കൊണ്ട് ക്ലാസ് തീരുകയാണ്. അടിച്ചും പിടിച്ചും കിടന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ പിരിയുമ്പോഴാണ് പ്രയാസം. ഞാൻ നാളെ ക്ലാസ്സിലോട്ടേ വരുന്നില്ല. അത് പറ്റില്ല. എല്ലാവരോടും യാത്ര പറയണ്ടേ? അതല്ലേ പ്രയാസം. അത് നിനക്ക് മാത്രമല്ലല്ലോ. പ്രായത്തിലും പരിചയത്തിലും നിങ്ങളിൽ നിന്നും വളരെ മേലെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയൊരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ അവസരത്തിൽ ഒരേ ഒരാൾ മാത്രം വന്നിട്ടില്ല. ആ സുഹൃത്തിനോടും വാ. എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. മാലിനി എന്റെ സഹോദരിയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. അനിൽ, ഞാൻ അനിൽ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, പറയൂ. ഇനി നമുക്ക് പിരിയാം. വെറുതെ മനുഷ്യനെ വിഷമിപ്പിച്ചു. ബസ് പുറപ്പെടാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഇത് പോയാ അടുത്തതിൽ പോകാം. വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. പിണങ്ങിയോ? ബസ് പുറപ്പെടാറായി. ഇനി എന്നാ കാണുക? അറിയില്ല. ഞാൻ വീട്ടിൽ വരാം. എന്താ, വിശ്വാസമില്ലേ? കോളേജ് അടയ്ക്കുമ്പോ ഇതുപോലെ വാഗ്ദാനങ്ങളും കൊടുത്ത് പിരിയാറുണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ബസ് നമ്പർ A436 അങ്കമാലി ചാലക്കുടി തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഞാൻ പോട്ടെ. 10:35 പുറപ്പെടുന്നതാണ്. എന്നെ മറക്കരുത്. അച്ഛനെയും അമ്മയൊന്നും കാണിച്ചില്ല. അതെന്താ?
കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, ചിലപ്പോ വല്ല സ്വകാര്യാണെങ്കിലോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അഥവാ ഉണ്ടായിരുന്നാലും ഞാനാരോടും പറയില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? നിനക്ക് വല്ല ഇടപാടുണ്ടോ? എന്നോട് പറയുന്നതാ നിനക്ക് നല്ലത്. ചേച്ചി, എന്റെ ക്ലാസ്സിൽ രമേശ് എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എപ്പോഴും എന്നെ തന്നെ നോക്കും. നീ നോക്കില്ലേ? ആദ്യം പേടിയായിരുന്നു, ഇപ്പൊ നോക്കും. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. അയ്യോ, ചതിക്കല്ലേ ചേച്ചി. ഇനി ഞാൻ നോക്കില്ല, സത്യമായിട്ട് നോക്കില്ല. ചേച്ചി വിശ്വസിച്ച ഞാൻ പറഞ്ഞത്. പറഞ്ഞാ പിന്നെ ഞാൻ വേണ്ടില്ല. നോക്കിക്കോ. അനിന്റെ ലെറ്റർ. എന്റെ കൊച്ചനീതിക്ക് നന്ദി. ഡിയർ മാലിനി, സുഖാണോ? ഒത്തിരി എഴുതി നിന്നെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ വരും. കാണാൻ കൊതിയാകുന്നു. നിനക്കോ? മറുപടി അയക്കില്ലേ? മഷി ലാഭിക്കാൻ വേണ്ടിയാണോ ഇത്രയും കുറച്ചെഴുതിയത്? എനിക്കറിയാം ക്ഷമ തീരെ ഇല്ലാത്ത ആളാണെന്ന്. എന്താ മറുപടി അയക്കില്ലേന്ന് ചോദിച്ചത്? പരീക്ഷിക്കുന്നതായിരിക്കും. അത് വേണ്ട. മാലിനി അനിലിന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കൂ. വീട്ടിലേക്ക് വേഗം വരണം. അനിലിന്റെ മാലിനി. അനിൽ, ഇതാ നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അമ്മേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എനിക്ക് നേരത്തെ അറിയായിരുന്നു മോനെ. അതെങ്ങനെ? ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചിട്ടല്ല പാസ്സായത്. അത് മാത്രമല്ല മോനെ, ഈശ്വരാധീനം കൂടെ വേണം. ഇന്നുച്ചയ്ക്ക് അമ്മയുടെ വകയായിട്ട് പാൽപായസം. അത്രേ ഉള്ളൂ. വെച്ച് തരാമല്ലോ. ഫ്രണ്ട്സിന്റെ നമ്പറോട് നോക്കട്ടെ. മാലിനി മാലിനി മാലിനി. പോക്കാണെന്നാണല്ലോ തോന്നുന്നത്. സാരില്ല, ജയിച്ചാലും ഞാൻ ജോലിക്കൊന്നും പോവില്ല. അപ്പൊ തോറ്റാന്താ? പിന്നെ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചത്? അതെ, നിനക്ക് അധികം പണം കടന്നിട്ടാ. എടി കുരുട്ടി പെണ്ണേ, എനിക്ക് 15 വയസ്സുള്ളപ്പോ ഞാൻ പഴയ തേർഡ് ഫോം പാസ്സായവളാണ്. അതും ആദ്യത്തെ പരീക്ഷയിൽ തന്നെ. അവള് പോയോ? അല്ലടി, ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. ഇവിടെ ആരും ഇല്ലേ? മാലിനിയുടെ വീടല്ലേ ഇത്? എന്റെയും കൂടി വീടാ. മാലിനിയല്ലേ? കാണും. നിങ്ങൾ? എന്റെ പേര് അനിലെന്ന. മാലിനിയുടെ ക്ലാസ്മേറ്റാ. അതുകൊണ്ട് ഒന്ന് കാണണമായിരുന്നു. സാധിക്കില്ല. ഓ, നിക്ക്, ഞാൻ ചേച്ചിയെ വിളിക്കാം. ഇതൊരു വല്ലാത്ത സാധനം തന്നെ. അനിലോ? എവിടെ? ദൈവമേ, ഈ ചേച്ചിക്ക് എന്തു പറ്റി? അമ്മേ, എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി വന്നിരിക്കുന്നു. ഇരിക്കാൻ പറഞ്ഞില്ലേ? അമ്മ പോയി പറ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാ. എന്താ പ്രായോ? അമ്മ എന്തിനാ പെണ്ണിനോട് വെറുതെ ഓരോന്ന് ചോദിക്കുന്നത്? ആരായാലും വീട്ടിലേക്ക് വന്നതല്ലേ. വന്നതേ വേറെ ആരുമില്ല, എന്റെ പെണ്ണെ മുഴുവൻ പറഞ്ഞിട്ട് പോ. മോൻ വന്നിട്ട് ഒത്തിരി നേരമായോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. എടി, നീ കയറി ഇരിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല. പെണ്ണെ, ഇത്ര അഹങ്കാരാവരുത് കേട്ടോ. എന്തായാലും ചേച്ചി ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. മതി വാചടിച്ചത്. നീ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അത് സാരമില്ല, വെയിലത്ത് വന്നതല്ലേ. ഒരുമിച്ച് പഠിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നിട്ട് നാണം. അങ്ങോട്ട് ചെല്ല്. പെണ്ണാണോ വന്നൊന്നുമല്ല. ചെലപ്പോ ആണെങ്കിലോ? അങ്ങനെ വരട്ടെ കഥ. പൊടി. ദേ വരുന്നു.
കാപ്പി വേണ്ടേ? പേടിച്ചിട്ടാ. എന്നെയോ? ആ, ചിലപ്പം വീണ്ടും വരട്ടിയാലോ? ആളെങ്ങനെന്ന് മനസ്സിലായ പിന്നെ വരട്ടില്ല. ആളെങ്ങനെയാ? തരക്കേടില്ല. താങ്ക്സ്. ആ, മാലിനി എവിടെ? അതിൽ അവിടെ കഥകിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു. ഒന്ന് വിളിക്ക്, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരാള് വീട്ടിൽ വന്നാൽ അകത്ത് കയറി കഥ അടച്ചിരിക്കും, അല്ലെ? വീട്ടിൽ മിണ്ടാപ്പൂച്ചയാണല്ലോ. എന്താ തോറ്റുപോയത്? എക്സാം നന്നായി എഴുതിയില്ലേ? ഇല്ല. അതെന്താ? പരീക്ഷയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ആയിരുന്നു. അപ്പൊ പേപ്പർ മുഴുവൻ എന്റെ പേരെഴുതി വെച്ച് കാണും, അല്ലേ? അതെയോ? അല്ല, എനിക്കറിയില്ല എന്താ എഴുതിയതെന്ന്. ആ, ഞാൻ വരട്ടെ. അച്ഛൻ വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. ആ, സംസാരിക്കാൻ ഒരാളിനെ തരാം. അമ്മൂമ്മ എവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിയൂ. ഞാൻ അമ്മയെ സഹായിക്കട്ടെ. ആ, എന്താ ജാതേ? മേനോൻ. ആ മക്കളെ, എനിക്ക് 17 വയസ്സുള്ളപ്പോ ഇവളുടെ മുത്തച്ഛൻ എന്നെ കാണാൻ വന്നു. അന്ന് എന്നെ കണ്ട മായക്കുട്ടിയെ പോയി ഇതിലും നടന്ന ഉറങ്ങിയോ? വരൂ, ഊണ് കഴിക്കാം. അമ്മൂമ്മയുടെ അടുക്കളയിലുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും എനിക്ക് മരണമില്ല. അതെന്താ? അത്ര ഭയങ്കര വധമല്ലേ അമ്മൂമ്മ നടത്തി കളഞ്ഞത്? ഞങ്ങളിപ്പോ എന്തിനാ അവിടെ പോണത്? എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുണ്ട്, പേര് മാലിന. ചേട്ടനോ പെണ്ണുമായിട്ട് പ്രേമോ? അച്ഛനും അമ്മയും പോയി കണ്ടിട്ട് ആ കല്യാണം അങ്ങ് നടത്തണം. മിണ്ടാതിരിടാ. എന്നോട് എന്തിനാ ചൂടാവുന്നത്? ആ പെണ്ണിന്റെ എഴുത്ത് ഞാൻ വായിച്ചതാ. തട്ടൊന്നും വേണ്ട. ഇഷ്ടാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിലോ? ഇഷ്ടപ്പെടും, ഇല്ല രാധമ്മേ? ആട്ടെ, നമ്മുടെ ആൾക്കാരാണോ? അതെ. അത് മതി. എന്തായാലും എന്റെ ജോലി നീ കുറച്ചു തന്നു. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞങ്ങൾക്കൊരു സമ്മതക്കേടും ഇല്ല. തീയതി കുറിച്ച് കൊടുത്തയച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ. പേടിക്കണ്ട, മദ്യപാനം മാത്രമേ ഉള്ളൂ, ആളെ ഉപദ്രവിക്കില്ല. ഓ, നിനക്ക് അതിശയം തോന്നുന്നല്ലേ? എനിക്കിതില്ലാതെ ഉറങ്ങാൻ കഴിയില്ല.
സസ്പെൻസ് എന്ന് പറയുന്നത്. ശരിക്കും നീ വിശ്വസിച്ചു അല്ലേ? നകുലം പറഞ്ഞ നടവാണിത്. വേറൊരു കട്ടൻ ചായ ഇത്. നിനക്ക് വിശ്വാസമല്ലേ? നോക്ക്, നിന്റെ സംശയം ഒന്ന് തീർക്കണം. അല്പം കുടിച്ചു നോക്ക്. ബാക്കിയുള്ളവർക്കും കിടന്നുറങ്ങണം. ഇന്നലെ മുഴുവൻ ഉറക്കൊഴിച്ചതാ. അവൻ ഷൈൻ ചെയ്തിട്ട് പോയതുണ്ടോ? പറഞ്ഞത് ശരിയാ. ആ, വന്നു കയറി മുമ്പേ സ്വന്തക്കാരെ മണിയടി തുടങ്ങി. വേണ്ട, അവർക്കൊക്കെ ഉറങ്ങണ്ടേ? ഫസ്റ്റ് നൈറ്റ് ഒരു പാട്ടിൽ തുടങ്ങിയാൽ നന്നായിരിക്കും. എന്നാ ശബ്ദം താഴ്ത്തി പാടിയാ മതി. അയ്യോ, പാടാനുള്ള മൂടലിത്. പാട്ട് കേട്ടിട്ട് ഓക്കെ ഓൺ ചെയ്യട്ടെ? ആ തലതെറിച്ചവന്റെ പണിയാ. കിട്ടി. റെഡി? 1 2 3 4. മയിൽപീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം, ശൃംഗാര പരിരംഭ ലീലാ വിനോദം, ശൃംഗാര പരിരംഭ ലീലാ വിനോദം, അവിരാമം വിരിയിച്ചു നവമാലിക. മയിൽപീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. ശശിരേഖവാനിൽ പൂർണേന്ദുവായി പരിവേശയായി ഭൂമി, ശശിരേഖവാനിൽ പൂർണേന്ദുവായി പരിവേശയായി ഭൂമി, കോരിത്തരിച്ചു രജനീ സുമങ്ങൾ, കോരിത്തരിച്ചു രജനീ സുമങ്ങൾ, ഇളം കാറ്റിൽ സ്വരം മൂളി സുരഭീവനം. മയിൽപീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. നിസരനെ പസാ
ഗമ പഗ സമ പമ സാനി പമ സാനി നിരെ രെ മമ പഗാരി നിരെ സ. മഴ ബിന്ദു വെള്ളി അരിമുല്ലയായി കിളിക്കൊഞ്ചലായി മോഹം. മഴ ബിന്ദു വെള്ളി പരിമുല്ലയായി കിളിക്കൊഞ്ചലായി മോഹം. വാരി കളിച്ചു കളിമണ്ണുവെണ്ണ വാരി കളിച്ചു കളിമണ്ണുവെണ്ണ കടലാസിൻ കളിയോടം ഒരുക്കും തരം. മയിൽ പീലി കൺകളിൽ മധുരാനുഭൂതി ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. വാ കണ്ണ പോവാം. ഞാൻ കഴിച്ചിട്ട് വരാം. പോണം വാ. അത് ഏത് കുട്ടിയാ? അറിഞ്ഞൂടാ. അമ്മയുടെ മോള് തന്നെ. ഒരു സെക്കൻഡ് കൊണ്ട് കൂട്ടുകാരനെ തേടി പിടിച്ചല്ലോ. ഞാൻ ആരും പിടിച്ചിട്ടില്ല. എന്റെ പുറകെ ചുറ്റി നടന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് ചുമ്മാ ഇരുന്നാ മതി. അറിയാം ആരാരുടെ പുറകെ നടന്നു. അയ്യോ മോളെ, ഇത് കേട്ടോ, ഞാനന്ന് പാട്ടുപാടിയ ദിവസം നീ എന്നെ തന്നെ നോക്കിയിരുന്നില്ലേ? പിന്നെ ലൈബ്രറിയിൽ വെച്ച് അതൊക്കെ ഒരാളങ്ങ് മറന്നു. ഒന്നുമില്ല, എല്ലാം കള്ളമാ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. ഞാൻ പറയാം ആരാണെന്ന്. അമ്മ. എടി, എന്നാ നീ അച്ഛന്റെ കൂടെ വന്നാ മതി. ഇരിക്കൂ. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. കല്യാണത്തൊന്നും വരാൻ കഴിഞ്ഞില്ല. അന്നൂട്ടില്ലേ ഇവിടെ? എന്റെ അമ്മാവന്റെ മോനാ. ഉണ്ട്, കുളിക്കാണ്. ഞാനിപ്പോ വരാം. ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ആരാ? അന്നൂട്ടി, ഇത് ഞങ്ങളാ, നിന്റെ ഉഷച്ചേച്ചിയും ചേട്ടനും. ആ ചേച്ചി അവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ആഹാ, ഞാനിവിടെ ഒന്ന് നിനക്ക് നാണമാവുമോ? എന്റെ മുന്നിൽ അങ്ങനൊന്നും വിചാരിക്കണ്ട. കുഞ്ഞിലെ ഞാനാ തന്നെ എടുത്തു വളർത്തിയത്. ഉഷേ, എന്താ? ദേഷ്യം തോന്നരുത്. നിനക്ക് കുറച്ചും കൂടി അടക്കം വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും തോന്നൂലേ? അയ്യേ, ഈ മനുഷ്യൻ എന്തോന്നായി പറയുന്നത്? അന്നൂട്ടെ ഞാനും തമ്മിലുള്ള ബന്ധം എന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ എന്റെ കുട്ടിയാ. ചേട്ടനൊക്കെ എന്നാ വന്നത്? ഒരാഴ്ചയായി. ഞാനിപ്പോ വരാം. 2 മാസത്തെ ലീവ് ഉണ്ടോ? അത്ര വേഗമൊന്നും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടേ പോവൂ. നിന്റെ പെമ്പറന്നോരെങ്ങനാ? കണ്ടിട്ട് ആളൊരു ചൂടത്തിയാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ കാണാൻ കൊള്ളാം. എന്നാൽ ആ പാറുവിന്റെ മോളുടെ സ്ഥിതി കണ്ടോ? പെണ്ണിനും ചെക്കനും തമ്മില് 20 വയസ്സ് വ്യത്യാസം. എന്നെയും ചേട്ടനെയും പോലെ. നിന്റെ തലമുടി കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ടതാ. നീ ഷാമ്പു തേക്കാറുണ്ടോ? ഏയ്, വെളിച്ചെണ്ണ മാത്രം. അമ്മാവിന്റെ മോളെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടല്ലോ ഇളക്കം. ബാക്കിയുള്ളവരുടെ കുടുംബത്തിലും അമ്മാവിന്റെ മക്കളൊക്കെ ഉണ്ട്. എന്താ, എന്നെയൊക്കെ അങ്ങ് മറന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോലും അയച്ചില്ലല്ലോ. ആ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലെന്ന് അറിഞ്ഞൂടെ? നിന്റെ തടിയൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ. പാലൊക്കെ കുടിക്കണം. ഹോ, ഇനി ഇവള് കൊടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. മോളുടെ പേരെന്താ? മാലിനി. ഒരു കുട്ടിയില്ലേ? ഉണ്ട്. ആണോ പെണ്ണോ? പെൺകുട്ടിയാ. അടുത്ത വീട്ടിൽ നിന്ന് കളിക്കുക. ഇപ്പൊ വിളിക്കാം. അവളിവിടെ നിന്ന് കളിക്കില്ലായിരുന്നു. എന്താ ഇപ്പോ? ഇവളുടെ അച്ഛന്റെ റിലേറ്റീവ്സ് ആരൊക്കെയോ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ ചോദിച്ചു. ആരാ? ആ, എനിക്കറിഞ്ഞൂടാ. അമ്മാവിന്റെ മോളാന്നൊക്കെ പറയുന്ന കേട്ടു. ആളിനെ കാണേണ്ടതാ. ഒരു ശൃംഗാര കോടാലി.
അവര് നിങ്ങളുടെ സ്വന്തം അമ്മാവിന്റെ മോളാ? ദേ കേട്ടില്ലേ? ആ അതെ, അവിടെ വീട്ടിനടുത്താ? കുറച്ചു ദൂരെയാ. എന്ത് വയസ്സ് കാണും? 10-30 കാണും. പക്ഷെ അങ്ങേർക്ക് കൂടുതലായിരിക്കും. ആർക്കറിയാം, നിങ്ങൾ ഉറങ്ങ. അവരുടുത്തിരുന്നത് നല്ല സാരിയാ അല്ലേ? ആ, ഫോറിൻ ആയിരിക്കും. എന്തിനാ സാരി ഇത്രയും താഴ്ത്തി കൊടുക്കുന്നത്? വൃത്തിയേട്. നിങ്ങൾക്കതിഷ്ടമാ? ദേ ഉറങ്ങിയോ? അയ്യോ എടി പെണ്ണെ, മനുഷ്യർക്ക് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അല്ല പിന്നെ എന്തോന്ന് ഇത് കൊല്ലാന്ന് പാദയാത്രയില്? അല്ലല്ലോ, എനിക്കറിയാം ഇന്ന് നേരത്തെ ഉറക്കം വരുന്നു. അല്ലെങ്കിൽ രാത്രി 12 മണിയായാലും ഉറക്കം വരാത്ത ആളാണ്. ആഹാ, അപ്പോഴേക്കും ഉടക്കിയോ? വാ, വന്ന് കിടക്ക്. വാന്ന് മാലിക്കുട്ടി, മാലിക്കുട്ടി. ദേ, ഞാൻ ഇപ്പം മറ്റേത് വിളിക്കും. പട്ടിക്കുട്ടി. ഉറക്കം വരുന്നു. ആർക്ക്? അല്ല, നിനക്കെന്റെ പേര് വിളിച്ചാലെന്താ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? അയ്യോ, അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പേര് വിളിക്കാൻ പാടില്ലാന്ന്. അപ്പൊ പിന്നെ എന്ത് വിളിക്കാമെന്ന് അമ്മൂമ്മയോട് ചോദിക്കാൻ വരുന്നില്ലേ? ചേട്ടാന്ന് വിളിക്കാം. അത് മാത്രം വേണ്ട. ചില നാടകങ്ങളിലെ പോലെ ചേട്ടാ, അല്ലേട്ടാ, ചേട്ടില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അപ്പോ രണ്ടുപേരും തനിച്ചിരിക്കുമ്പോ പേര് വിളിക്കാം. അല്ലാത്തപ്പോ ആ, ദേ, ദാ, അവളുടെ അച്ഛൻ എന്നൊക്കെ അല്ലേ? എന്തായാലും വിളിച്ചുണർത്തിയത് നന്നായി. ഓടില്ലേ? ഇന്ദുമോൾക്ക് ഒരു അനുജൻ വേണ്ടേ? അനുജൻ തന്നെ ആയിരിക്കോ? ശ്രമിക്കാം. ഇന്ദുമോളെ, അച്ഛനെ വിളിക്കേ. ആരാണ്ട് അച്ഛൻ? പെണ്ണെ, വാല് കാണിക്കാതെ പോയി വിളിക്കേ. പേര് പറ, എന്നാ വിളിക്കാം. അങ്ങനെ ഇപ്പൊ നീ കേക്കണ്ട. എന്നാ ഞാൻ വിളിക്കൂല. അടി കിട്ടുവേ. എന്നാ ഞാൻ പറയട്ടെ, മിസ്റ്റർ അനിൽകുമാർ BA. എടി, നിനക്ക് ധൈര്യം കൂടിപ്പോയി. മിസ്റ്റർ അനിൽ. അനിലേ, മാലിനെ വിളിക്കുന്നു. അത്രയ്ക്കടി എവിടെ നിന്റെ മോള്? എന്താ? അവള് വിളിച്ചത് കേട്ടില്ലേ? നീ പറഞ്ഞു കൊടുത്തതായിരിക്കും. ആരും പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങളുടെ സന്താനമല്ലേ. തുടങ്ങി. ചായ കുടിക്കുന്നതിന് മുമ്പ് അല്പം അതിമധുരം കഴിക്കട്ടെ. ഈ അച്ഛന് സന്തോഷം വന്ന ഉടനെ അമ്മ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അനിൽ, അതാ ട്രാൻസ്ഫറായി വന്നത്. അത് കുഞ്ഞുമോളല്ലേ? അറിയുമോ? എന്റെ ക്ലാസ്മേറ്റാ. എനിക്ക് അതിശയം തോന്നുന്നു. നേരത്തെ എവിടെയായിരുന്നോ? അതെ. മാലിന്യക്ക് സുഖാണോ? പ്രൊഡക്ഷൻ ഒന്നുണ്ട്. പെണ്ണ. ഇവിടെ അടുത്ത താമസം? 4-5 കിലോമീറ്റർ ഉണ്ട്. കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പുള്ളിയുടെ സ്കൂളിൽ ടീച്ചറാ. എന്താ കണ്ണട വെച്ചിരിക്കുന്നത്? വെറുതെ. നമ്മുടെ കുഞ്ഞുമോളില്ലേ?
നമ്മുടെ കുഞ്ഞുമോളോ? ആ കോട്ടയത്തുനിന്നുണ്ടായിരുന്ന കുട്ടി, നല്ല ഭംഗിയുള്ള കണ്ണുള്ള. ആ മനസ്സിലായി മനസ്സിലായി, കൂടുതലൊന്നും വർണ്ണിക്കണ്ട. അവൾ എന്റെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയി വന്നു. എന്താ, എന്ത് പറ്റി? അത് ഭയങ്കര ചൂടായിരുന്നു. തൈരിൽ എങ്ങനെ ചൂടുണ്ടാവുക? അതൊക്കെ ചിലപ്പോ കാണും. മോളുണ്ടായിരിക്കും. അമ്മ വീഴുമ്പോ ചിരിക്ക. നീ വാ. പതുക്കെ പതുക്കെ വാ. സാരമില്ല, നീ ഇവിടെ കിടന്നോ. മോള് അമ്മയുടെ അടുത്തിരുന്നോ, ഞാൻ കൈ കൈയിട്ട് വരാം. അമ്മക്ക് നൊന്തോ? മോളെ അമ്മ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ആ കുട്ടിയുടെ ഭർത്താവിനും ഇവിടെയാണ് ജോലി. ഇപ്പൊ അവർക്ക് സൗകര്യമായി. താമസിക്കാൻ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ എതിരിലുള്ള വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, അതവർക്ക്. അയ്യോ, വയ്യെങ്കിൽ എണീക്കണ്ട. വേണ്ട, എനിക്ക് അടുക്കള ജോലിയുണ്ട്. എല്ലാം കാലത്ത് മതി. ഞാനും കിടക്കാൻ പോവാ. ആ വീടെടുത്ത് കൊടുത്താൽ എന്താ? നിങ്ങളെന്താ വീട് ബ്രോക്കറാണോ? അതല്ല, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പഠിച്ചതല്ലേ, അപ്പൊ അടുത്താവുന്ന സന്തോഷമല്ലേ. വേണ്ടേ? അതൊക്കെ അവനവന്റെ ഇഷ്ടം. ശരി, ഉറങ്ങ. ഒരേ സ്ഥലത്തായിരുന്നിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ. തമ്മിൽ അറിഞ്ഞുകൂടാത്തോണ്ടാ. മാത്രമല്ല, ഞാൻ താമസം ലോഡ്ജിലായിരുന്നു. പോകാം. രണ്ടുപേരും പോകുന്നു. ഇത് അങ്ങനത്തെ ഒരു സാധനം. ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിലും ഞാൻ കൂടെ വേണം. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. മാലിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. അപ്പോ വരട്ടെ. മോളെ കണ്ടില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. നല്ല കുടുംബം. അനിലിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാലിന്യം അങ്ങനെയാ. രണ്ടുപേരും തമ്മില് ഒരു മാച്ചിങ് ഇല്ലല്ലേ? ഒരു കുഴപ്പമില്ല. അയാൾ ഉഗ്രം ഫിഗറാ. എന്തോന്ന്, കുറച്ച് ഹൈറ്റ് മാത്രമുണ്ട്. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജാതിയെ എങ്ങനെയാ? പൊക്കം കൂടിയാ കുഴപ്പം, കുറഞ്ഞാ കുഴപ്പം. മറ്റു പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരൊന്നും നന്നല്ല. സ്വന്തം ആൾക്കാര് വലിയ കാമദേവൻ എന്ന ഇവരുടെ വിചാരം. സ്ത്രീകൾ അങ്ങനെയാ. ഭർത്താവ് എന്നാലേ ദൈവത്തിന് സമ, അല്ലാതെ സൗന്ദര്യം നോക്കിയിട്ടല്ല. അറിഞ്ഞൂടെങ്കിലേ എന്റെ കുട്ടി പേടിച്ചോ. ഞാൻ എപ്പോഴും മാലിനോട് ചോദിക്കും, ഇന്ദുവിന്റെ അച്ഛനെന്താ ഇങ്ങോട്ടൊന്നും വരാത്തെന്ന്. വല്ലപ്പോഴൊക്കെ വരാൻ കേട്ടോ. ലവ് മാരേജ് ആണല്ലേ? അവള് രാമായണം മുഴുവൻ പറഞ്ഞോ? പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ അല്പം നുണയൊക്കെ പറയണ്ടേ? കലയുടെ അച്ഛൻ ഉടനെ വരുന്നുണ്ടോ? ഇപ്പൊ പോയിട്ട് 2 വർഷമായി. ഇനി 1 വർഷം കൂടി കഴിയണം. മോളുടെ അച്ഛന് മനസ്സിലായോ? ആ ചെറിയ താടി വെച്ചിരിക്കുന്നില്ലേ, അതാ. ചോറ് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പോകുമ്പോ കഥ നന്നായി ലോക്ക് ചെയ്യണേ. ഓ ശരി മാഡം. തമാശയല്ല, കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് കേട്ടു. ഓക്കെ ഓക്കെ, വരട്ടെ. ഓ ബൈ. ബൈ.
സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ, ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ ഒരു ശബ്ദം കുറയ്ക്ക്. സ്വന്തവും ബന്ധവും. നല്ല കുട്ടിയാ, എനിക്ക് പിടിച്ചു. ഞങ്ങൾ ഉണ്ടക്കണ്ണീന്ന് കളിയാക്കി വിളിക്കും. ഉണ്ടക്കണ്ണൊന്നല്ല, ആണുങ്ങളെ കറക്കാൻ പറ്റിയ കണ്ണാ. ആ മോളെവിടെ? രണ്ടും കൂടെ അതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ അച്ഛന്റെ കൂട്ടുകാരനെ? മോൾക്ക് മനസ്സിലായി? ആരെ കണ്ടാലും ഇവളിങ്ങനെയാ. ഇതല്ല, ചില ആത്മബന്ധങ്ങളുടെ തെളിവാണ്. എന്നു മുതലാ നിനക്ക് ഈ വിശ്വാസമൊക്കെ തുടങ്ങിയത്? കോളേജ് വിട്ടതിൽ പിന്നെ എന്റെ ലൈഫ് ഒറ്റപ്പെട്ടതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളെ കുറിച്ചുള്ള ചില ഓർമ്മകൾ മാത്രം. ആ, പണിയായോ? എവിടെന്ന്? ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങി. അതിങ്ങനെ തിരക്കില്ലാതെ പോകുന്നു. ആ മോർണിംഗ് വാ, അങ്കിൾ കാപ്പി കുടിക്കട്ടെ. മാലിന്യക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ശരിക്കും ഒരമ്മ തന്നെ. അമ്മയല്ല, അമ്മുമ്മ. ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. എ എന്ന് വെച്ചാൽ അന്ധവിശ്വാസം ഒന്ന്. വെറുതെ പറയാ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം നകുലൻ അറിയാവല്ലോ. ആ, അതിന് മാറ്റം വന്ന് കാണും. ആ, നിങ്ങളൊക്കെ ഒരു വർഷമാണല്ലോ. അയ്യോ, ശരി. ഞാനേ ഇനി നമ്മള് അതേ മുഴുവൻ തിന്നല്ലേ, കുറച്ച് മാമനും വേണം. തരാം. ഡേ, ഞാൻ ഓഫീസിൽ പോട്ടെ. ഹാഫ് ഡേ ലീവ് എടുത്ത് വരാം. നകുല ഇവിടെ ഇരിക്കട്ടെ. ആദ്യം വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് വിടാം. അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോണ്ട. ഡേ, അവൻ നിന്റെയും ക്ലാസ്മേറ്റ് അല്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് വേറെ ആരും അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല. എന്നാരും പറഞ്ഞു? അമ്മൂമ്മ. അയ്യോ, നിന്റെ ഒരു അമ്മൂമ്മ. അന്നെ വധിച്ചു വിട്ടവരല്ലേ? അവരെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വേണം 10 വാക്ക് പറയാൻ. പറയുമ്പോ ഇത്തിരി വിഷമം തോന്നിയാലും സാരമില്ല, അതാ നല്ലത്. ഒരു പ്രത്യേക ടൈപ്പാ. വെറുതെ ഓരോന്നിങ്ങനെ സംശയിക്കും. അത് ശരി. ബാക്കി കുടുംബകാര്യങ്ങളൊക്കെ ഓക്കെ. കൂട്ടാനൊക്കെ വെച്ച അസലായിരിക്കും. പഴയ തറവാട്ടുകാരല്ലേ. ഇക്കാലത്ത് ഇത്തരം പെൺകുട്ടികളെ കാണാൻ തന്നെ കിട്ടില്ല. നീ ഭാഗ്യവാനാടാ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. അത് സാരമില്ല, കുറച്ചൊക്കെ ദേഷ്യം വരണം. അല്പം നേരം അകന്നിരിക്കണം, പിന്നെ അടുത്തിരിക്കണം, പിന്നെ അകന്നിരിക്കണം, പിന്നെ അടുക്കണം, പിന്നെ അകലണം, അടുത്തടുത്ത് അകന്നകന്ന്, അടുത്തടുത്ത് അകന്നകന്ന്. അങ്ങനെ ആകുമ്പോഴേ സ്നേഹത്തിന്റെ വില ശരിക്കും മനസ്സിലാവൂ. ആവാ പോവാ. അമ്മേ, ഒരു കഥ പറ. മിണ്ടാതിരി മോളെ. അമ്മയെ ഈ നീണ്ട കഥ ഒന്ന് വായിച്ചു തീർക്കട്ടെ. നാളെ വായിക്കാം. വിട്. മോള് പോയി അച്ഛനോട് ഒരു പാട്ട് പാടാൻ പറ. ചെല്ല്. അച്ഛാ അച്ഛാ, ഒരു പാട്ട് പാട്. അച്ഛൻ ഇപ്പം വയ്യ, മോള് പോ. ദേ ദേ സാറേ, ഒന്ന് നോക്കണം. ഒരു പാട്ട്. എത്ര നാളായി? വെറുതെ അവിടെ ഇരിക്കെ. നല്ല പുസ്തകമാ, ഇതൊന്ന് വായിച്ചു തീർക്കട്ടെ. അച്ഛനും മോളൊന്നും ഉറക്കം വേണ്ടിട്ട് ലക്ഷണമില്ലല്ലോ. എവിടെ? പല്ല് തേക്കുന്നു. വരൂ. അല്ല, എനിക്കാ ലേറ്റായെന്ന് തോന്നുന്നല്ലോ. ഒരു നല്ല പുസ്തകം കിട്ടി, വായിച്ചിരുന്നു. ഉറങ്ങാൻ താമസിച്ചുപോയി. പിന്നെ ഇന്ന് ലീവാണല്ലോ. വൈകുന്നേരം ആഹാരം വീട്ടിൽ. ഇന്ന് ക്രിസ്മസ് അല്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. വിഷ് യു ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. നേരത്തെ പറഞ്ഞേ. മോള് കയറി പിണങ്ങിയില്ലെങ്കി വരാം. അവള് കുഴപ്പമൊന്നും കാണിക്കില്ല. ആ, വന്നില്ലെങ്കിൽ അല്ലേ പിന്നെ. അങ്ങനെ വിളിച്ചാലൊന്നും ഞാൻ വരില്ല. ഇവിടെ വന്ന് വിളിക്കണം. ഇതാ അടുത്ത് അങ്ങോട്ട് തന്നെ. അവര് കൂട്ടുകാർ നമ്മൾ എന്തോ സംസാരിക്കുക. കഴിഞ്ഞാൽ ഉടൻ വരാം. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഒന്നും തോന്നരുതേ. അപ്പൊ പിന്നെ അത് പറയരുതായിരുന്നു കേട്ടോ സാറേ. ഇത് പെണ്ണുങ്ങളുടെ ഒരു അടവാണ്. വെറുതെ ഇരിക്കാം. അച്ഛാ അച്ഛാ, മീശ വെച്ച് കുത്ത്. എനിക്കിഷ്ടം.
ഇഷ്ടമോ? പിന്നീടാട്ടെ. ഒരിക്കൽ മതി. അങ്കിൾ, എനിക്കും ഇവിടെയും. ഞാൻ വല്ലതും പറഞ്ഞ ഉടനെ പറയും അത് കൊച്ചുകുട്ടിയല്ലേ, നിനക്ക് പ്രാന്തുണ്ടോന്ന്. പിന്നെ കുറച്ച് ചീത്തയും. 10 വയസ്സ് കഴിഞ്ഞാ പെൺകുട്ടികൾ വലുതാവും. ഇത് ഓരോരുത്താ പറഞ്ഞ് മനസ്സിൽ. നിന്റെ അമ്മ അടുക്കളയിൽ തകർക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛൻ നോക്കിട്ട് വരാം. എന്താ എത്ര ശബ്ദം? അതൊക്കെ ഉണ്ടാവും. ഞാനൊരുത്തി ഇവിടെ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഇച്ചിരി ശബ്ദമൊക്കെ കേൾക്കും. നിങ്ങൾക്ക് അയൽവക്കത്തെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്നാ മതിയല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? വേലക്കാരിയെ വേണോ? ഞാൻ ഇടയ്ക്ക് തരാം. ഒരു 17നും 20നും ഇടയ്ക്ക് നല്ല സുന്ദരിയായ ഒന്നിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട കേട്ടോ. പോയി നേടാ കുറങ്ങളെ. ഇത്രയ്ക്ക് പോവാൻ എന്തായപ്പോ ഉള്ളത്? മാലിനെ, മാലിനെ. മനസ്സിലായില്ല. എന്നെ ഓർക്കുന്നില്ല അല്ലേ? കല്യാണത്തിന് പാലും പഴവും കഴിക്കുമ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു. മാലിനി എന്റെ മുറപ്പെണ്ണ. ഓ, ആ മാലിനെ കണ്ടേ? വരൂ, ചേട്ടനാദ്യമ്പോ ഇരിക്കൂ. മാലു, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. എന്താ പേര്? സുന്ദരൻ. ആരാ? ആഹാ, സുന്ദരൻ ചേട്ടനോ? എപ്പോ വന്നു? വീട്ടിൽ അമ്മാവനമ്മയൊക്കെ സുഖാണോ? ചേട്ടനെന്താ ക്ഷീണിച്ചു പോയത്? എല്ലാം നീ തന്നെ ചോദിച്ചാലോ. അങ്ങനെയും കൂടെ അല്പം സമയം കൊടുക്ക്. സ്വന്തക്കാരെ കണ്ട അങ്ങനെയാ? വല്ലപ്പോഴും കാണുന്നല്ലേ? ഓ, അന്ന് ഞാൻ കണ്ടല്ലോ ഒരുത്തി ഇവിടെ വന്നപ്പോ കിടന്ന് ചാടിയ ചാട്ടം. ഇത് അതുപോലെയല്ലല്ലോ. കണ്ടോ അവള് പാർട്ടി മാറിയത്? ആ, നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാം. എനിക്ക് അല്പം ജോലിയുണ്ട്. അയ്യോ, ചേട്ടൻ ദേഷ്യം വന്നിട്ട് പോയതാണോ? ഏയ്, ഞങ്ങൾ അങ്ങനെയാ. ഞാൻ പേടിച്ചു പോയി. ആ, മീനാക്ഷി വല്യമ്മ സുഖമായിരിക്കുന്നു. ഞാറക്കില്ല അപ്പൂപ്പിന് സൂക്കടാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഭേദമായി. പിന്നെ വടക്കേതിലെ മുത്തശ്ശിയില്ലേ? വടക്കേതിലെയോ? നമ്മുടെ കുഞ്ഞുണ്ണി മുത്തശ്ശന്റെ ആ, മരിച്ചുപോയി. അതെയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാൻ? വീട്ടിലോട്ട് പോയിട്ട് വർഷം 2 ആ, ചേട്ടൻ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ചായ കൊണ്ടുവരാം. അകത്ത് മുണ്ടുണ്ട്, മാറ്റിക്കോളൂ. അയ്യോ, ചേട്ടൻ ചേട്ടനൊന്നും അങ്ങോട്ട് വരില്ലെന്നേ. അമ്മേ, ആ ആന്റി ഏതാ? ആന്റിയോ? അവിടെ ഇരിക്കുന്ന. എടി, അത് ആന്റി ഒന്നല്ല, അങ്കിളാ. നീ പോയി ആ അങ്കിളിനോട് സംസാരിക്കേ. നല്ല അങ്കിളാ. അല്ല. പിന്നെ നിന്റെ അച്ഛന്റെ ആൾക്കാർ മാത്രമേ നല്ലതുള്ളൂ. അല്ല, മുറച്ചെറുക്കിന് കൊടുക്കാൻ കാപ്പി ഉണ്ടാക്കി ആയിരിക്കും. അതെ, നിങ്ങൾക്ക് അവിടെ പോയിരുന്നൊന്ന് സംസാരിച്ചൂടെ? ഞാൻ സ്ത്രീകളോട് അധികം സംസാരിക്കാറില്ല. ഓഹോ, അപ്പൊ നിങ്ങളാണ് മോളെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്. ദേ, എനിക്കൊരു സംശയം. വന്നിരിക്കുന്നത് നിന്റെ മുറച്ചെറുക്കനാണോ അതോ എന്റെ മുറപ്പെണ്ണാണോ? ഓ, നിങ്ങളൊരു സുന്ദര കുട്ടൻ തന്നെ. എല്ലാരും ഇപ്പൊ അതുപോലെ വരുവോ? ഇങ്ങനെ കളിയാക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇന്നേനെ പറഞ്ഞയച്ചേക്കണേ. രാധാകാന്തം കടൽ വർണ്ണൻ ചേലക്കട്ട കാമാദേവൻ ഗോപികമാർ നീരാടുന്നത് നോക്കി രസിച്ചു. ഒന്നൂടെ. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല. എന്താ ഇത്? കിടന്നുറങ്ങണ്ട മനുഷ്യന്. കുട്ടികളെ പാടിക്കേപ്പിക്കേണ്ട പാട്ടാണോ ഇത്? പൊടിയത്ത്.
പോയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നും. പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിർബന്ധിച്ചാ ഞാൻ വരാം. പക്ഷെ അവിടെ വന്നിട്ട് എന്തെങ്കിലും എനിക്ക് പിടിക്കാതെ വന്നാ അപ്പൊ ഞാൻ തിരിച്ചു വരും. പിടിക്കാതെ എന്താ ഉണ്ടാവുക? ആ, അതൊക്കെ ഉണ്ടാവും. അല്ലേ, നോക്കിക്കോ. ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹലോ. ഹാപ്പി ക്രിസ്മസ്. ഹായ്. ബൈ. ഹലോ. ഹായ് അനിൽ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ദാ, അനില് വലിയ പാട്ടുകാരനാ. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം കലക്കും. അയ്യോ, ഞാൻ ഒരു പാട്ട് പാടിയെന്ന് വിചാരിച്ച് മാലിന്യം ഒന്നും പറയില്ല, അല്ലേ? അനിൽ പാടിക്കോളൂ, ഞാൻ കൂടെ വായിക്കാം. ഏതാ കോഡ്? ജി മൈനർ. മനോഹരം. വണ്ടർഫുൾ. മാലിനി വരാമെന്ന് പറഞ്ഞു പോയി. ഞാൻ പോട്ടെ. ഊണ് കഴിക്കണ്ടേ? അവളെയും കൂട്ടി വരാം. ശരി. നീ കാണിച്ചത് ശരിയായില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. നിനക്ക് എന്താ ഇപ്പം പിടിക്കാതെ വന്നത്? പിന്നെ ഇന്നലെ ഞാനും മോള് മാറി മാറി പറഞ്ഞിട്ട് നിങ്ങളൊന്നും പാടിയില്ലല്ലോ. അത് അവരെല്ലാം ചേർന്ന് നിർബന്ധിക്കുമ്പോ. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. വാ, നമുക്ക് അവിടെ പോയി ആഹാരം കഴിക്കാം. മോൾ ഉറങ്ങി, ഇനി ഇവിടുന്ന് കഴിച്ചാ മതി. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ഒരു പാട്ട് നിന്നെ ഓർത്ത് ഞാൻ രചിക്കും. എനിക്കറിയാം ആരെ ഓർത്താ രചിച്ചേന്ന്. എന്നാ ഞാനും ഒന്നും കഴിക്കില്ല. കഴിക്കണ്ട. അസാധ്യ വെച്ചപ്പ്. അവള് വരുന്നതിന് മുമ്പ് പാലടിച്ചിട്ട് കിടക്കാം. അയ്യോ, ആ തിളയ്ക്കുന്ന പാലെടുത്ത് കുടിച്ചോ? ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ടല്ലേ പാല് കുടിക്കുള്ളൂ. അപ്പോഴേക്കും തണുക്കുന്നു വിചാരിച്ചു. മോളെ, ദേ അച്ഛന്റെ ചുണ്ടത്ത് വെളിച്ചെണ്ണ തേച്ചു കൊടുക്ക്. വെളിച്ചെണ്ണ തേച്ചാ നീറ്റൽ മാറും. എനിക്കിവിടെ ആരും തേക്കണ്ട. ഇപ്പൊ നേറുന്നുണ്ടോ? അപ്പോ വേറെ മരുന്ന് തരട്ടെ? ഇപ്പൊ വേദന മാറിയോ? കള്ളൻ, ഇതിനല്ലായിരുന്നു ഈ അഭിനയെല്ലാം. കുഞ്ഞിന് വെയിലടിക്കില്ലേ? കുടന്ന് പുറത്ത്. ഇതാ ഞാൻ പറയുന്നത്, ഫോറിൻ സാധനങ്ങൾ വാങ്ങരുതെന്ന്. ഇത് ലക്ഷ്മി എടുത്ത് തന്നതാ. ആ പിടിയും കൂടെ നേരെ. അവളൊരു ഫോറിൻ കുട, തേങ്ങയുടെ മൂട്. നല്ല സാരി സെലക്ട് ചെയ്യൂ. നീ തന്നെ നോക്കിയാ മതി. എന്നാ മോളെ പിടിച്ചോളൂ. ഇത് മീറ്റർ എങ്ങനെയാ? 92 രൂപ. ഓഹോ. ഹലോ അനിൽ. ഹലോ.
എന്താ ഇവിടെ? എനിക്ക് കുറച്ച് മോഡേൺ ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത് തരൂ. അയ്യോ, ഒന്നും പറയണ്ട, കമോൺ. ഇതാണ് എന്റെ വൈഫ്. അതെയോ? ഞാൻ ഷെർലി. പോട്ടെ. പോട്ടെ. ഒന്നും വാങ്ങിയില്ലേ? ഇവിടുന്ന് പോയാ മതി. മോളെവിടെ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നില്ലോ. മോളുടെ കാര്യം പോലും മറന്നുപോയി. മോളെ, മോളെ. നിങ്ങളുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. അതാ. മോളെ. നിന്റെ അച്ഛനെ ആ പെണ്ണിനെ കണ്ടങ്ങ് മയങ്ങിപ്പോയി. നമുക്കിനി അച്ഛന്റെ കൂടെ എങ്ങും വരണം കേട്ടോ. മാലിന്യ വെറുതെ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വലിയ ഗമയിൽ പോയില്ലേ? അവിടെ ഇങ്ങോട്ട് വന്നൊന്ന് നോക്കും മുമ്പേ അലിഞ്ഞു പോയി അല്ലേ? ഇനി എനിക്ക് ജീവനുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങും വരില്ല. മാലിന്യ പതുക്കെ പറ. എന്തിന്? ആൾക്കാർ കേൾക്കും. ഒക്കെ പരിചയക്കാരാ. കേൾക്കട്ടെ കൂട്ടുകാരുടെ പ്രവൃത്തികള്. അത്രയും ആളുകളെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അവമാനിച്ചില്ലേ? പോരാത്തതിന് കുഞ്ഞു നടു റോഡില്. വീട്ടിലോട്ട് ചെല്ലട്ടെ, ഞാൻ കാണിച്ചു തരാം. മാലിന്യനെ വല്ലാതെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപദേശം നല്ലതാണ്, പക്ഷെ അത് ചെയ്യുമ്പോ അവരെ പറ്റി കൂടി ആലോചിച്ച നന്ന്. മാലിന്യ ചിലതൊക്കെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞിട്ട് പൊയ്ക്കോളൂ, അവൾ കേൾക്കട്ടെ. രണ്ടുപേരുമല്ലേ? ഉണ്ട്, പക്ഷേ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ ഉടക്ക? ഓ, ഇതെന്റെ പാട്ടാ, ആരും കേൾക്കണ്ട. No
ഒരു സ്വരസുധയൂറുന്നു ഒരു സ്വരസുധയൂറുന്നു ഒരു സ്വരസുധയൂറുന്നു ഒരു സ്വരസുധയൂറുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, പാവം. രണ്ടുപേരും തനിച്ചിരിക്കുമ്പോ പേര് വിളിക്കാം. അനിൽ, അനിൽ, ഒരു ഊണ് കഴിക്കാം. ഇതാണ് പറയുന്നത് പെണ്ണുങ്ങളാണ് പാവങ്ങളെന്ന്. ഞാനല്ലേ തോറ്റു തന്നത്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉടക്കുന്നത്? പിന്നെ അതാണ് പറയുന്നത്. ശരി ശരി, മോക്ക് പാല് കൊടുത്തിരുന്നു? രാത്രി 12 മണിക്കാണ് മോളുടെ കാര്യം അന്വേഷിക്കുന്നത്. നീ കൊടുക്കാതെ ഉറക്കില്ലെന്ന് എനിക്കറിയാം. അമ്മയായി പോയില്ലേ. എന്തൊരു അരിവാ ഇത്? നീ എന്തിനാ ഇങ്ങനെ മുളക് വരട്ടിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ദേഷ്യത്തിൽ അങ്ങനെ വിട്ടുപോയതാ. സാരമില്ല, ഉണ്ടിട്ട് കുറച്ച് പാല് കുടിച്ചാ മതി. എടി കുഞ്ഞോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? ഞാൻ പറഞ്ഞില്ലേ രാവിലെ അവരൊന്നാകുമെന്ന്. ദേ, നമ്മൾ തമ്മിൽ പിണങ്ങാത്തോണ്ടാ നിനക്കത് അറിഞ്ഞുകൂടാത്തത്. ഞാൻ ആന്റിയെ വിട്ടു പോട്ടെ. ഏത് ആന്റിയുടെ? പുതിയ ആന്റിയുടെ. വേണ്ട, ഞാൻ പോവും. അടി വാങ്ങിക്കും. അമ്മയ്ക്ക് ആന്റിയോട് ദേഷ്യമാ. നീ വെറുതെ ഇരി. നല്ല സുന്ദരി ആന്റിയാ. ഭയങ്കരം തന്നെ. എനിക്കറിയാം അമ്മയ്ക്ക് എന്താ ദേഷ്യം. എന്തടി? ആ ആന്റി കാണാൻ നന്നായിരിക്കുന്നുണ്ട്. കൊച്ചുമായി വലിയ വർത്താനം പറയുന്നു. ഒച്ച വരട്ടെ, നിന്നെ ശരിയാക്കി തരാം. ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണ് അല്ലേ? ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ, ഇവള് സമ്മതിച്ചില്ല. അനിൽ മദ്യപിക്കൂ? അയ്യോ ഇല്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ല മൂടൊക്കെ ആണെങ്കിൽ അല്പം.
കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. ലേശം. അയ്യോ വേണ്ട, ഇതുവരെ ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. വേണ്ട വേണ്ട, മാലിന് വഴക്ക് പറയും. ആഹാ, എന്നാ ലേശം അടിച്ചു തരാം. ഒഴിക്ക് സാറേ. ഗ്ലാസ് ഒന്നുകൂടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഭാര്യ വല്ലതും പറയുമെങ്കിൽ. അങ്ങനെ ഒരു സംശയം സാറിന്റെ വൈഫിന് ഉണ്ടായതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. എന്റെ ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് സാറ് പറഞ്ഞു. പക്ഷെ അവള് ഷീസ് സ്വീറ്റ്, ഷീസ് ആൻ ഇന്നസെന്റ് ഗേൾ. പിന്നെ എന്റെ മോള്, അവളൊരു വായാടിയ, ബട്ട് ഷീ സ്മാർട്ട്. കുറച്ചുകൂടി ഒഴിക്ക് സാറേ. മതി, ഇപ്പൊ തന്നെ 3-4 പ്രാവശ്യമായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി മതി. വേണ്ട അനിൽ, ഭാര്യ കാത്തിരിക്കും. പൊയ്ക്കോളൂ. എങ്കിൽ ഞാൻ ടൗണിൽ പോയി വാങ്ങിച്ചോളാം. അവിടെ നിങ്ങളുടെ ശുപാർശ ഒന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട. ഇതാ. താങ്ക്സ്. ഇപ്പൊ കണക്കിനായി. ഞാൻ കൊണ്ടുവിടുന്നോ? സാറ് തമാശ പറയുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. സ്റ്റഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേണ്ട, വീട്ടിലെത്തട്ടെ. ഇവിടുന്നാണ് കുടിച്ചതെന്ന് മാലിനി അറിയണ്ട. അതെന്താ? കാരണമുണ്ട്, അതുകൊണ്ടാ. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞങ്ങൾക്കത് വേഗം പിടികിട്ടും. മാറൂ, കഥ അടയ്ക്കട്ടെ. മധുരം സുരഭില നിമിഷം ഹൃദയങ്ങൾ ഇഴപ്പാകുന്നു. മാലിക്കുട്ടി, മാലിക്കുട്ടി, പട്ടിക്കുട്ടി. തങ്കക്കൂടം. എന്താ, എന്ത് പറ്റി? ഏയ് ഒന്ന്. അയ്യോ, മഞ്ഞിൽ മുങ്ങി വാർമതി വന്നു ഏതൻ മാറും നേരം. എന്താ മാലിനി? എന്തുകൊണ്ട് അച്ഛന് സുഖമില്ല? ഒന്ന് നോക്കൂ. ഹലോ, ലക്ഷ്മി എത്തിയോ? വരണം. എന്റെ ഭാര്യയുടെ അഡ്വൈസർ. ഇരിക്കണം, ഇരിക്കണം. എടി മണ്ടി, ഇത് കുടിച്ചിട്ടാ? എന്തോന്ന്? വല്ല ബ്രാൻഡിയോ വിസ്കിയോ? നിനക്കിതിന് സ്മെല്ലൊന്നും അറിഞ്ഞൂടെ? ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതൊന്നും കുടിച്ചിട്ടില്ല. സാരമില്ല, നേരം വിളിക്കുമ്പോ എല്ലാം ശരിയാവും. നീ ഇപ്പൊ കൊണ്ടുപോയി കിടത്ത്. ഇനി കാപ്പി എന്തിനാ? ഇന്നലെ കുടിച്ചത് കിട്ടിയിരുന്നെങ്കിലേ കുറച്ച് ഒഴിച്ചു തരാമായിരുന്നു. ഇനി ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആദ്യ ദിവസം എന്നെ ഫൂളാക്കി. ചോദിച്ചാ പറയും ഒരു ദിവസം തമാശയ്ക്ക് കുടിച്ചതാണെന്ന്. അങ്ങനെ 1 ആയി 2 ആയി, പിന്നെ ദിവസം ആവും. അതുകൊണ്ട് ഇങ്ങനെ പോയാ പിന്നെ ഇനി എന്നും ഇങ്ങനെ മണിയടിക്കൊന്നും വേണ്ട. മിണ്ടരുത്. ഞാൻ മിണ്ടും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഒന്നും കേൾക്കണ്ട. കേൾക്കണം. ഇങ്ങനെ പോയാലേ ഞാൻ കുളിച്ചതാ. സാരമില്ല, ഒന്നുകൂടാകാം. മോളെവിടെ? തനിക്ക് കുളിക്കുക.
കുളിക്കാൻ. ആദ്യം കുളിച്ചതോ? അത് ശരിയായില്ല. ഇപ്പൊ ശരിയാമോ? വായടിക്കായിരുന്നു കുളിക്കൽ പെണ്ണെ. പെണ്ണിന്റെ ഒരു നാക്ക് കണ്ടില്ലേ? ഈ സ്വഭാവം എന്നും മുതലാ? ഇന്നലെ ഒരു ദിവസമേ എനിക്കറിയാവൂ. അതൊരു അബദ്ധം പറ്റിയതാ. അതൊക്കെ ആണുങ്ങളുടെ വാക്കാ. ഇവിടെ കലയുടെ അച്ഛനും ഇതുപോലെയായിരുന്നു. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തു ഇനി കുടിക്കില്ലെന്ന്. നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല മൂഡിലല്ലേ? നമുക്കൊരു ടൂർ പോകാം. ഒരു ചേഞ്ച്, ഒരു പകലത്തെ പ്രോഗ്രാം. ഞാൻ ചോദിക്കാം. എന്നെ കൂടി കേട്ടോ, ഞങ്ങളും ഈ നാട്ടുകാരാ. പോകാം. ഒരു വണ്ടി എടുത്താൽ മതിയല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ പോയി മുഖവും വലിച്ചേട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാരും സന്തോഷമായിരുന്നാലേ ഒരു രസമുള്ളൂ. നിങ്ങൾ അങ്ങനത്തെ വേലകളൊന്നും കാണിക്കാതിരുന്നാ മതി. ഒറ്റയ്ക്കാണോ? പേടിക്കണ്ട, ആരും സംശയിക്കില്ല. വന്നോ. എന്താടി? എന്താ? എന്ത് പറ്റി? അയാൾ എന്താ അനാവശ്യം പറഞ്ഞു? ആരാ? അതോ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയണം. ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് എന്തോ പോരാൻ പറഞ്ഞു. വിടുവല്ലേ എന്റെ പെണ്ണുങ്ങളൊക്കെ കൂടുതൽ ഞാൻ പറയുന്ന കേൾക്കുവാൻ. എങ്ങോട്ടാ? എന്തെങ്കിലും പോയി ചത്തിക്കാം. മാലിനി എവിടെ? കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? അറിയില്ല. ആകെ നാണക്കേടായല്ലോ. മതി ഇടിച്ചത് അവൻ ചത്തുപോകും. എന്താണ്? എഴുന്നേക്കണ. ഇനി മേലെ അവിടെ കണ്ടുപോക്കരുത്. വെക്കോ. ആ, സാറ് പോണം. ഇനി കുഴപ്പമൊന്നുമില്ല. പോടാ. മാലിന്യ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല, കുഞ്ഞിനെയും വാങ്ങിപ്പോയി. അവിടെയുണ്ട്. വഴക്കിടണ്ട കേട്ടോ. ഞങ്ങൾ വരണോ? വേണ്ട. ടാക്സിക്ക് വയ്ക്കുള്ളൂ, ഞാൻ കൊടുത്തോളാം. കണക്കൊക്കെ രാവിലെ തീർക്കാം. കഴിവേണ്ട മോളെ, നീ എന്ത് അഹങ്കാരമാണ് കാണിച്ചത്? എനിക്ക് പുല്ല് വില പോലും തന്നില്ലല്ലോ. നിന്റെ മനസ്സിലെന്താ? നീ എന്ത് പോക്കി തന്നെ കാണിച്ചാലും സഹിക്കുന്ന പെണ്ണാന്നാണ് ഞാൻ വിചാരിച്ചോ? നിന്റെ തന്ത്രുണ്ടല്ലോ, ആ പൊണ്ണ തടിയൻ, അയാളെ ഒളിപ്പിക്കാൻ പോവാ. മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിധം കണ്ടില്ലേ? ആദ്യം എന്നെ, പിന്നെ എന്റെ അച്ഛനെ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ലെന്ന് വിചാരിക്കരുത്. പറയടി. നിങ്ങളും അവളും തമ്മിലുള്ള ശൃംഗാരം കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വന്നത്. തെളിച്ചു പറ.
കണ്ടില്ലേ, ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത്. അവൾ ഇവിടെ താമസമാക്കിയ മുതൽ തുടങ്ങിയതാ. ഒന്നുകൂടെ പറ. 100 തവണ പറയും ഞാൻ. നിങ്ങൾക്ക് എന്റെ ഇഷ്ടം ആ കുഞ്ഞുമോളോടാ. ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളതാ. കോളേജ് വെച്ച് അങ്ങനെയാ. അന്ന് ഞാൻ പാടാൻ പറഞ്ഞപ്പോ പാടില്ല. അവള് പറഞ്ഞ ഉടനെ എന്നെ അടിച്ചു കൊല്ല്. എന്നിട്ട് അവളുമായി സുഖമായിട്ട് ജീവിക്കല്ലോ. നീ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കരുത്. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. പോട്ടെ, എവിടെ പോയാലും എനിക്കൊന്നുമില്ല. കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം. 2 ദിവസങ്ങളായിട്ട് മാലിന്യ ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരാന്ന് വെച്ചാൽ അനിൽ അത് ഇഷ്ടപ്പെടുകയില്ല. എന്താ ഇവരിങ്ങനെ? ആ കുട്ടിക്ക് ഭർത്താവിനെ ഭയങ്കര സംശയമാണ്. എന്നാ അനിലാണെങ്കിലോ എത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നോ. ഇത് പറഞ്ഞു കേട്ടതല്ല, എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. വീട്ടിൽ ജോണി ഏതെല്ലാം സ്ത്രീകളോട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ പ്രേമിച്ചല്ലോ കല്യാണം കഴിച്ചത്. പ്രേമിച്ച് കല്യാണം കഴിച്ച പല സ്ഥലത്തെയും ഗതി ഇതാ. ഇതത്ര കുഴപ്പമില്ല. ഒരു പക്ഷെ തിരിഞ്ഞാണെങ്കിലോ? അനിൽ മാന്യം സംശയിച്ചാലോ? എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. എന്റെ ഭർത്താവ് എന്നെ സംശയിച്ചാൽ ആ നിമിഷം ഞാൻ മരിക്കും. അതൊന്നും നടക്കില്ല. നമ്മൾ കുറെ കരയേണ്ടി വരും, അത്ര തന്നെ. മാലിന്യ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? വേണ്ട, അച്ഛനും അമ്മയൊക്കെ വന്നു പോയതല്ലേ, എന്തെങ്കിലും മാറ്റം കാണും. എന്താ മോളെ? അമ്മയുടെ മെണ്ട് മിണ്ട. മാലു, മാലുക്കുട്ടി, പട്ടിക്കുട്ടി. അങ്ങനെയൊന്നും വിളിച്ചെന്ന് വിചാരിച്ച് എന്റെ മനസ്സ് മാറില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ അവള് പോണം. അച്ഛന്റെ കൂടെ കിടന്നോ? കിടന്നോ? എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. ഞാൻ അവളെ ഒരു തരത്തിലും വിഷമിപ്പിച്ചിട്ടില്ല. ആ കുഞ്ഞുമോളെ അവൾക്ക് ഭയങ്കര സംശയമാ. അത് കോളേജ് വെച്ചേ ഉള്ളതാ, സരള പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്നെ സഹായിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞതാ.
അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ഈ ഭാവത്തിൽ മാറ്റമില്ലേ? അല്പനേരം തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ നീ വാശി പിടിക്കരുത്. നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഒരു കുട്ടിയായി പോയില്ലേ? ഇനിയെങ്കിലും പറ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? നീ ഒരു മാനസിക രോഗിയാണ്. നിന്റെ സംശയം തീർക്കാതെ വേറെ വഴിയില്ല. ഞാൻ തീർത്തരാം. പക്ഷെ ഒരു കുടുംബം നീ കാരണം നശിക്കുന്നു ഓർത്തോ. ഇവിടെ എന്താ എന്ത് പറ്റി? അനൽ നിന്റെ ആരാ? ക്ലാസ്മേറ്റ് അല്ല, അതിനു മേലെ എന്തോ ഉണ്ട്. ഒന്നുമില്ല. ഉണ്ട്. അവൻ നിന്റെ കാമുകനാണടി. ഞാനൊരു വിഡ്ഢിയാണെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ഒരുമിച്ച് പഠിച്ചവരല്ലേ എന്ന് വിചാരിച്ച് നിനക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ തന്നു. പക്ഷെ നീ ഇങ്ങനത്തവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ ഇനി എങ്ങനെ പറയരുത്, എനിക്കത് സഹിക്കില്ല. എടീ, ഇപ്പോഴും താമസിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ പോകാം. കുടുംബജീവിതം ഇഷ്ടപ്പെട്ടവരോടത്തുള്ളതാണ്. നിങ്ങളെ വിട്ട് ഞാൻ എവിടെ പോകാനാ? നിന്റെ ഈ അഭിനയൊന്നും നീ വേണ്ട. ഇത്രയും കാലം ഞാൻ ഒരു വിഡ്ഢിയായി ജീവിച്ചു. ഇനി അത് സാധ്യമല്ല. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് തെറ്റിപ്പോയി. എടീ, തെറ്റ് ചെയ്തിട്ട് നീ എന്റെ നേർ കയർക്കുന്നു. നിന്നെ ഞാൻ എടീ, നിന്നെ കൊല്ലും. എടീ, എന്താ ലക്ഷ്മിയെടുത്തി? എന്താണ്? കുഞ്ഞുമോൾ ആത്മഹത്യ. ഒന്ന് മാറൂ. അവളെന്റെ കൂട്ടുകാരിയാണ്. ഞാനൊന്ന് കണ്ടോട്ടെ. മാറൂ. നീ കാരണമല്ലേ ആ പാവം മരിച്ചത്? നീ കാരണമല്ലേ ആ പാവം പെണ്ണ് മരിച്ചത്? നീ കാരണമല്ലേ ആ പാവം പെണ്ണ് മരിച്ചത്? നീ കാരണമല്ലേ പാവം പെണ്ണ് മരിച്ചത്? നീ കാരണമല്ലേ ആ പാവം പെണ്ണ് മരിച്ചത്? ഞാൻ കാരണമാണ് കുഞ്ഞുമോൾ ഇത് ചെയ്തത്. പറയൂ. ഞാൻ നിങ്ങളോട് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് കുഞ്ഞുമോളെ കാണണം. എന്നെ കൂടെ അകത്തേക്ക് കയറ്റാൻ പറയണം. മാപ്പ് പറയാൻ. നിനക്കതിന് അർഹതയില്ല. നിഷ്കളങ്കയായ കുട്ടിയെപ്പറ്റി നീ എന്തെല്ലാം പറഞ്ഞു? ഇല്ല, എനിക്ക് ആരും സംശയമില്ല. ഞാനിനി ആരും സംശയിക്കില്ല. തീർച്ചയാണോ? തീർച്ച. ഞാൻ നിങ്ങളുടെ കയ്യിലടിച്ച് സത്യം ചെയ്യാം.
സത്യമൊന്നും ചെയ്യണ്ട, എനിക്ക് നിന്നെ വിശ്വാസം. കുഞ്ഞുമോളെ കണ്ടേ? അതാ നോക്കൂ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? അത് സാക്ഷാൽ കുഞ്ഞുമോള് തന്നെ. കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ. കരയാതെ. എന്നാലും നീ എന്നെ എങ്ങനെ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. സാരമില്ല. ഇതെല്ലാം സാക്ഷാൽ നകുലേശ്വരന്റെ പണിയാണ്. ദോ മാറ. മംഗളം ഭവന്തു, മംഗളം ഭവന്തു, മംഗളം ഭവന്തു. ഈ നിൽക്കുന്നവരൊക്കെ ഇവന്റെ ഡ്രാമ ട്രൂപ്പിലുള്ളവരാ. ദേ, ഞാൻ നിന്നോട് പറഞ്ഞ ഡയലോഗൊക്കെ നകുലം പറഞ്ഞു തന്നതാ. നന്ദി പറയേണ്ട സാറിന. അത്ര വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ ഈ കളിക്കൊക്കെ കൂട്ടുനിൽക്കാനാവൂ. എനിക്കാരും നന്ദി പറഞ്ഞില്ല. തീർച്ചയായും പറയാം. ലക്ഷ്മിയായിട്ട് ഉള്ള അഡ്വൈസർ. കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ലക്ഷ്മിയെടുത്ത് ഇഷ്ടം. തമാശയാണ് കളിച്ചതെങ്കിലും സാധിച്ചത് വലിയൊരു കാര്യമാണ്. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം സാറേ. അനിലിനും കൊടുക്കാൻ ലേശം. അയ്യോ വേണ്ട, അത് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നിർത്തി. ഇനി എന്തിനാ എല്ലാരും ഇരിക്കുന്നേ? എന്റെ അച്ഛനും അമ്മയും പിണങ്ങുന്ന കാണാനാണോ? എങ്കിൽ അത് നടത്തില്ല. ഇവര് നല്ല കുട്ടികളെ.